തമിഴ്നാട്ടിലെ രാഷ്ട്രീയം നമ്മൾ വിചാരിക്കാത്ത തലങ്ങളിലേക്ക് മാറുകയാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് AIDMK ആണ് എന്നാണ് പൊതുവിൽ എല്ലാവരും പറയാറുള്ളത്. DMKയെ അപേക്ഷിച്ച് വലിയ കേഡർ സ്വഭാവമുള്ള പാർട്ടി. DMKയേക്കാൾ കേഡർമാർ, CPMൻ്റെയൊക്കെ കാര്യം പറയുന്ന പോലെ കേഡർ സ്വഭാവത്തിലുള്ള പാർട്ടിയാണ്. പക്ഷേ AIDMK പിളരാൻ പോവുകയാണ്. ഇന്നലെ സംഭവിച്ചത് AIDMK നേതാക്കളായ VC ഷൺമുഖം, SP വേലുമണി ഇവരുടെ വീട്ടിൽ MLAമാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. 293 അംഗ അസംബ്ലിയിൽ 47 സീറ്റുകളിൽ മാത്രമാണ് AIDMK ജയിച്ചത്. അതേസമയം ജനറൽ സെക്രട്ടറിയായ എടപ്പാടി പളനിസ്വാമി തൻ്റെ വീട്ടിൽ ജില്ലാ സെക്രട്ടറിമാരുടെ മീറ്റിംഗ് വിളിച്ചു. പക്ഷേ മീഡിയ റിപ്പോർട്ടുകൾ പറയുന്നത്, എൻ്റെ അറിവിൽ, സാറിനാണ് തമിഴ്നാട്ടിലെ കാര്യം കൂടുതൽ അറിയാവുന്നത്, കൂടുതൽ ആളുകൾ ഷൺമുഖവും വേലുമണിയും വിളിച്ച മീറ്റിങ്ങിലാണ് പങ്കെടുത്തത്. അവർ പാർട്ടിയോട് ആവശ്യപ്പെട്ടു വിജയ്ക്ക് പിന്തുണ കൊടുക്കണം എന്ന് പറഞ്ഞു. എടപ്പാടി അത് നിഷേധിച്ചു. അതേ തുടർന്ന് എന്നാൽ വിജയുടെ കൂടെ പോകാനായിട്ട് ഭൂരിപക്ഷം MLAമാരും തീരുമാനിച്ചു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് വേറൊരു വാർത്ത വരുന്നത്, ഷൺമുഖം അവിടെ TVKയുടെ ജനറൽ സെക്രട്ടറിയായ ഷൺമുഖത്തോട് TVKയുടെ ജനറൽ സെക്രട്ടറി ഈ പറയുന്ന VC ഷൺമുഖത്തോട് ആവശ്യപ്പെട്ടത്രേ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ രാജിവെച്ച് TVKയുടെ ചിഹ്നത്തിൽ പുതുതായി തിരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. അതോടെ അവർ പെട്ടു എന്ന് പറയുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത, ഈ VC ഷൺമുഖത്തിൻ്റെയും SP വേലുമണിയുടെയും നേതൃത്വത്തിലുള്ള MLAമാർ EPS മാറണം, നേതൃസ്ഥാനത്ത് നിന്ന് മാറണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ഇതാണ് തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തമിഴ്നാട്ടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വിജയ് മുഖ്യമന്ത്രിയാവുന്നു. വിജയെക്കുറിച്ച് മുമ്പ് നമ്മുടെ ചാനൽ നമ്മൾ ജോസഫ് വിജയ് എന്ന് പറയുന്നത്. അപ്പോൾ വലിയ ആക്ഷേപമായിരുന്നു നമുക്ക് നേരെ. കാരണം നിങ്ങൾ ജാതി പറയുന്നോ, അയാൾ വിജയ് എന്നല്ല അറിയപ്പെടുന്നത്, എന്തിനാണ് ജോസഫ് എന്ന് പറയുന്നത്? പക്ഷെ നോക്കൂ, ഇന്നലെ മുഖ്യമന്ത്രി ആയപ്പോഴത്തേക്ക് ജോസഫ് വിജയ് എന്ന് വിജയ്ക്ക് തന്നെ പറയേണ്ടി വന്നു. വിജയുടെ ശരിക്കുള്ള പേര് പറഞ്ഞതിനാണ് നമ്മളെ ചീത്ത വിളിച്ചത്. ഇപ്പോൾ കമാലുദ്ദീനാണ് കമൽ എന്ന് പറഞ്ഞപ്പോൾ കമാലുദ്ദീൻ അയ്യോ എൻ്റെ ശരിക്കുള്ള പേര് പറഞ്ഞു, എൻ്റെ ശരിക്കുള്ള പേര് പറയാൻ പാടില്ല, കമൽ എന്നുള്ള പേരിൽ അറിയപ്പെട്ടതാണ് ഇഷ്ടം. പക്ഷേ അയാൾ ഈ മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പദവിയിലേക്ക് വരുമ്പോൾ എന്താണ് കമാലുദ്ദീൻ എന്ന് പറയേണ്ടി വരും. ഡെത്ത് സർട്ടിഫിക്കറ്റ് കമലിൻ്റെ പേരിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ, കമാലുദ്ദീൻ എന്ന പേരിലേ കൊടുക്കാൻ പറ്റുള്ളൂ. ബർത്ത് സർട്ടിഫിക്കറ്റും ജനന മരണ സർട്ടിഫിക്കറ്റും. അപ്പോൾ ചിലർക്ക് സ്വന്തം പേര് പറയുന്ന പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നത്, അപ്പോൾ തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ക്രൈസ്തവൻ അവിടെ മുഖ്യമന്ത്രിയാവുന്നു. ഒന്ന്, തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസിന് ശേഷം, കാമരാജന് ശേഷം തമിഴ്നാട് ഭരിക്കുന്നത് DMK അല്ലെ AIDMK, ദ്രാവിഡ പാർട്ടികളായിരുന്നു. 1967 മുതൽ ഈ അടുത്ത കാലത്ത് സ്റ്റാലിൻ വരെ ദ്രാവിഡ പാർട്ടികൾ മാത്രമേ ഭരിക്കുകയുള്ളൂ. ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഒരു ബ്രേക്ക് വന്നിരിക്കുന്നു, തൽക്കാലത്തെങ്കിലും കർട്ടൻ വീണിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത്, തമിഴ്നാട്ടിൽ AIDMK ഭരിച്ചാലും DMK ഭരിച്ചാലും ഘടകകക്ഷികൾ ആരുണ്ടായാലും അവർക്കൊരു മന്ത്രിസ്ഥാനവും കൊടുക്കില്ലായിരുന്നു. പിന്തുണയൊക്കെ തന്നോ, പക്ഷെ ഭരിക്കുന്ന ഞങ്ങൾ മാത്രമായിരിക്കും. പക്ഷേ അത് മാറിയിട്ട് തമിഴ്നാട്ടിൽ ഒരു ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം കിട്ടുന്നു. തമിഴ്നാട് രാഷ്ട്രീയം മാറുകയാണ്. അപ്പോൾ ആദ്യമേ തമിഴ്നാട്ടിൽ വിജയ് ഒപ്പുവെച്ച ചില തീരുമാനങ്ങൾ, ഒന്ന് 200 യൂണിറ്റ് വൈദ്യുതി കൊടുക്കുന്നതാണ് സൗജന്യമായിട്ട്. 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഇന്നിപ്പോൾ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്, 200 യൂണിറ്റ് വൈദ്യുതിയൊക്കെ കൊടുക്കും, അത് 500 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്കായിരിക്കും, അതും 2 മാസത്തേക്കേ ഉള്ളൂ. പിന്നെ ശിങ്കപ്പൻ എന്ന് പറഞ്ഞിട്ട് വനിതകൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സംരക്ഷണം, അത് നല്ല കാര്യം, വനിതകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ആദ്യം വിജയുടെ ഭാര്യയെ കൂടി ഒന്ന് സംരക്ഷിച്ചാൽ കൊള്ളാം. അവരിപ്പോൾ വഴിയാധാരമായി കേസും പുക്കാറുമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഏതായാലും നന്നായി, ഏതായാലും നമ്മൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കാം. വിജയ് മുഖ്യമന്ത്രിയാവുന്നു. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു കേട്ടത്, വിജയ് ഈ സർക്കാർ ഒരു 6 മാസത്തിനപ്പുറത്ത് ഓടത്തില്ല. ഈ പദ്ധതികൾ ഇപ്പം തന്നെ 6 ലക്ഷം കോടി രൂപയുടെ കടമുണ്ട് തമിഴ്നാട് സർക്കാർ. ഈ പദ്ധതികൾ നടപ്പാക്കണം, 10 ലക്ഷം കോടിയുടെ കടമുണ്ട്, 6 ലക്ഷം കോടി വേണം വിജയ് പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കാൻ. അപ്പോൾ സംസ്ഥാന ബജറ്റിന് തുല്യമായ തുക ഈ ഫ്രീ ബീസ് കൊടുക്കാൻ വേണ്ടി വരും, അത് നടപ്പാവില്ല. അപ്പോൾ വിജയ് എടുക്കാൻ പോകുന്ന നിലപാടെന്ന് പറഞ്ഞാൽ, കേന്ദ്ര സർക്കാർ ഞെരുക്കുന്നത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല,
എന്തു പറഞ്ഞ്, അതല്ലെങ്കിൽ നടപ്പാക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു നിയമം, ഒരു ബില്ല് അസംബ്ലി കൊണ്ടുവന്നിട്ട് അത് പരാജയപ്പെടുമ്പോൾ രക്തസാക്ഷി പരിവേഷത്തിൽ വിജയ് പുറത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് രക്തസാക്ഷിയായ വിജയ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടി വീണ്ടും വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തും എന്ന് പറയുന്നവരുണ്ട്. രണ്ടാമത്തെ കാര്യം, ഏതാണ്ട് ഒരു വർഷം കൊണ്ടാണ് 70,000-ൽ പരം ബൂത്തുകളുണ്ടാക്കി ഏതാണ്ട് 1,800 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് വിജയ് വളരെ പെട്ടെന്ന് തിരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വരുന്നത്. ഇതിൻ്റെ പണം എവിടെ നിന്ന് വന്നു എന്നറിയില്ല. ഇപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്ന ലോട്ടറി രാജാവിൻ്റെ മരുമകൻ ആദവ് അർജുൻ TVK എന്ന് പറയുന്ന പാർട്ടിയിലെ രണ്ടാമനാണ്. TVK സാന്റിയാഗോ മാർട്ടിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിച്ചിരിക്കുന്നത്. ഏതാണ്ട് 1,362 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിച്ച ആളാണ്. അയാളുടെ കയ്യിലുണ്ട്, ഇഷ്ടമുള്ള പാർട്ടിക്ക് കൊടുക്കാം. അപ്പോൾ വലിയ ഹ്യൂജായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫണ്ട് TVKയ്ക്ക് വേണ്ടി ഒഴുകിയിട്ടുണ്ട്. അതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ TVK വളരെ പെട്ടെന്ന് അധികാരത്തിൽ വന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു താരാവേശം കൊണ്ടൊന്നും വന്നതല്ല. അതിൻ്റെ മുന്നിൽ കൃത്യമായി പ്ലാൻ ചെയ്തൊരു മെക്കാനിസം ഉണ്ടായിരുന്നു. ഒരു ജസ്യൂട്ട് തിയറി വരെ പറയുന്ന ആളുകളുണ്ട്. ജോഷുവ പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ് വിജയുടെ സർക്കാർ എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ, നമ്മൾ പലതവണ അതൊക്കെ ചർച്ച ചെയ്തത്, നമ്മൾ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. എനിക്കിത് അറിയേണ്ടത് തമിഴ്നാട് രാഷ്ട്രീയം വളരെ കൃത്യമായി അറിയാവുന്ന കുമാർ ചെല്ലപ്പൻ സാറിൻ്റെ അഭിപ്രായത്തിൽ ദ്രാവിഡ പാർട്ടികളുടെ രാഷ്ട്രീയം തമിഴ്നാട്ടിൽ അവസാനിക്കുകയാണോ? AIADMK ഈ പിളർപ്പ് പോലെയുള്ള പ്രതിസന്ധിയെ അതിജീവിക്കുമോ? അത് സുനിൽ, ഈ AIADMK അല്ലെങ്കിൽ DMKയുടെ പ്രസക്തി ഇവിടെ നഷ്ടപ്പെടുന്നില്ല. അവരുടെ അപ്രമാദിത്വം തീർന്നു എന്ന് വേണം പറയാൻ. അവരിനിയും അവർക്കൊരു ഈ 234 അംഗങ്ങളാണ് തമിഴ്നാട് നിയമസഭയിലുള്ളത്. 293 അല്ല, അത് ബംഗാളിൽ 234 അംഗങ്ങളാണ് തമിഴ്നാട് നിയമസഭയിലെ മൊത്തം അംഗങ്ങളുടെ എണ്ണം. അപ്പോൾ അതിൽ 118 അംഗങ്ങളുണ്ടെങ്കിലാണ് ഗവൺമെൻറ് രൂപീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെ DMK ഒക്കെ മാനേജ് ചെയ്തിരുന്നു സംഭവം 118 ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. AIADMK എപ്പോഴും വളരെ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുണാനിധിക്ക് കിട്ടിയത് 90 സീറ്റുകളാണ്. അതായത് ഈ കേവല ഭൂരിപക്ഷത്തിന് 18 സീറ്റ്, എത്ര 90ഉം 118 എത്രയായി, 28 സീറ്റിൻ്റെ കുറവ്. എന്നിട്ടും കരുണാനിധി ന്യൂനപക്ഷ സർക്കാർ എന്നുള്ള രീതിയിൽ ഭരിച്ചു. അയാളുടെ കൂടെ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, VSK ഉണ്ടായിരുന്നു, PMK ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ 2 കൂട്ടരുണ്ടായിരുന്നു. അപ്പോൾ ഇവരോടൊക്കെ മൂപ്പര് പറഞ്ഞിരുന്നത്, ഞാൻ നിങ്ങൾക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമൊക്കെ തരാം, അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ചെയർമാനാക്കാം. ഒന്നും കൊടുത്തില്ല 5 വർഷം. ഇവന്മാർ വെറുതെ എനിക്ക് എപ്പോഴും പറയും, ഇവരിങ്ങനെ കരുണാനിധിക്ക് ജയ് വിളിച്ചുകൊണ്ട് നടക്കുക ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ. നമ്മുടെ ഈ ആടിനെ അറക്കാൻ കൊണ്ടുപോയില്ലേ അറുപതുകാരൻ, അയാൾ ഇതിനെ പുല്ല് പ്ലാവിലേയും കൊടുത്ത് വിളിച്ചുകൊണ്ട് പോകണ വേണ്ടിയാണ് ഇവരെ വിളിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനായിരുന്നു. പിന്നെ ജയലളിതയുടെ മരണത്തോടു കൂടി AIADMKയുടെ പ്രസക്തി, AIADMKയുടെ ശക്തി മുഴുവൻ ചോർന്നു പോയി. കേഡർ സ്വഭാവം ഇല്ലാണ്ട് 1.5 കോടി അംഗങ്ങളുള്ള പാർട്ടിയായിരുന്നു AIADMK. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പാർട്ടിയാണ്. അത് മാത്രമല്ല, സുനിലിന് അറിയോ, AIADMKയുടെ MLAമാരോ ജില്ലാ സെക്രട്ടറിമാരൊന്നും DMKക്കാരെ കണ്ടാൽ മിണ്ടൂല. അവർ വഴിമാറി പോവുക. മിണ്ടാൻ പാടില്ല എന്നാണ് ഓർഡർ കൊടുത്തിരുന്നത്. എന്താവശ്യം ഉണ്ടെങ്കിലും ചീത്ത കുറച്ചോളണം DMKക്കാരെ. അത് അമ്മ എന്നാണ് ജയലളിത വിളിക്കണം. എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ അവരെ ചീത്ത വിളിച്ചോളാം, എന്ത് വേണേൽ വിളിച്ചോ, കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ജയലളിത മരിച്ചതോടുകൂടി എന്ത് പറ്റിയെന്ന് വെച്ചാൽ ശശികലയും കുടുംബവും കൂടി കയ്യിലെടുത്തു. ശശികല, TV ദിനകരനൊക്കെ. അപ്പോൾ അതിന് മുമ്പ് 2011 ജയലളിത വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നു. മെയ് മാസത്തിലെ തെരഞ്ഞെടുപ്പിൽ. നവംബർ ആയപ്പോൾ തന്നെ ശശികലേനെയും പിന്നെ മറ്റേ TTV ദിനകരനെയൊക്കെ പടിയടിച്ച് പിണ്ടം വെച്ചു. കാരണം അവർ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടണമെന്ന് പറഞ്ഞിട്ട്. 2016 ജയലളിത മരിച്ചു. ജയലളിത മരിച്ചതോടുകൂടി തമിഴ്നാട്ടിൽ AIADMK പല ഘട്ടങ്ങളായിട്ട്, പല തട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തു.
സുനിൽ, ഞാൻ ജയലളിത മരിക്കുന്ന ഒരു ഡിസംബർ 5-ാം തീയതിയാണ്. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സൺഡേ റിവ്യൂവിൽ ഇനി AIADMKയുടെ കാലം കഴിഞ്ഞു, ഇത് 8-10 ഘടകമായിട്ട് ജയലളിത, AIADMK ബ്രാഞ്ചിൽ ശശികല, AIADMK ദിനകരൻ, AIADMK പഴനിസ്വാമി, ഇങ്ങനെ 8-10 ഗ്രൂപ്പുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുമെന്ന് എഴുതി. ഞാൻ കുറച്ച് നേരത്തെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. സംഗതി ഇപ്പം അങ്ങനെ വരികയാണ്. ഇപ്പം ജയലളിത മരിച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്തത് പന്നീർശെൽവമായിരുന്നു, പന്നീർശെൽവം. അയാളൊക്കെ അന്ന് ഈ ശശികലയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം ഇവർ രണ്ടു കൂട്ടരും ഒരു കാസ്റ്റിൽ പെട്ടതാണ്. അവിടെ ഭയങ്കര കാസ്റ്റസാണ്. കേരളത്തിലും മറ്റേ ഉള്ള കാസ്റ്റസിസം ഒന്നുമല്ല, അവിടുത്തെ കാസ്റ്റസിസം ഭയങ്കര. അപ്പം ഇവർ തേവർ സമുദായത്തിൽപ്പെട്ടതാണ് ഈ പന്നീർശെൽവവും ശശികലയൊക്കെ. അപ്പോൾ ശശികല അയാളെ തൽക്കാലത്തേക്ക് ഫേവർ ചെയ്തു. അങ്ങനെ അയാൾ മുഖ്യമന്ത്രിയായി. അപ്പം ഈ മനുഷ്യൻ, ഈ എടപ്പാടി പഴനിസ്വാമിക്ക് ആർത്തി ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ആവാനായിട്ട്. അയാൾ ഗൗണ്ടറാണ്. അപ്പോൾ അയാളെ മാറ്റി നിർത്തി. ദെൻ ഫെബ്രുവരി 2016 ആണ് ഫെബ്രുവരിയിൽ ജയലളിതയുടെ മറ്റേ ഒരു കേസ് വന്നു. വരുമാനത്തിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ച കേസിൽ സുപ്രീം കോടതി വന്നു. ജയലളിതയെ കുറ്റവിമുക്തയാക്കിയില്ല, അവർ മരിച്ചുപോയില്ല അപ്പോഴത്തേക്കും. പിന്നെ ഈ ശശികലയും ദെൻ പിന്നെ ശശികലയുടെ കസിൻ ഒരു ഇളവരശിയുണ്ട്, പിന്നെ അവരുടെ മരുമകൻ സുധാകരൻ, ഇവർ 3 പേരും കുറ്റക്കാരാണ്. ഇവർക്ക് 4 വർഷം ശിക്ഷയും എത്രയോ കോടി രൂപ പിഴയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പാണ് പന്നീർശെൽവത്തിൻ്റെ അടുത്ത് നിന്ന് ഫെബ്രുവരി മാസത്തിൽ തന്നെ ശശികലയുടെ വീട്ടിൽ വിളിച്ചിട്ട് രാജിക്കത്ത് എഴുതി മേടിച്ചു മുഖ്യമന്ത്രി പദത്തിൽ നിന്ന്. എന്നിട്ട് AIADMKയുടെ നിയമസഭാ കക്ഷി യോഗം വിളിച്ചു ചേർത്ത് ശശികലയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിയമസഭാ കക്ഷി നേതാവായിട്ട് തിരഞ്ഞെടുത്തു. അവർ ഗവർണറെ പോയി കണ്ട് അവരുടെ എന്താ പറയണത്, ഞാൻ എന്നെ പാർട്ടി മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്, ഞാനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്താ പറയണത് തീരുമാനിച്ചു. മദ്രാസ് യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ വെച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങും തീരുമാനിച്ചു. അന്നാണ് ഈ സുപ്രീം കോടതിയുടെ വിധി വന്നത്. ഇവർ സ്റ്റേ ചെയ്യാൻ നോക്കിയപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വരട്ടി അവരെ പിടിച്ചിട്ട്, നിങ്ങൾ കീഴടം കണ്ടോ ഇല്ലയോ, നാളെ പോയിട്ട് എന്താ പറയണ ഇവിടെ പോയി കീഴടങ്ങിക്കൊള്ളണം, പരപ്പന അഗ്രഹാര ജയിലിൽ പോയി കീഴടങ്ങിക്കൊള്ളണം, ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ പണി നോക്കുമെന്ന് പറഞ്ഞു സുപ്രീം കോടതി ജഡ്ജിമാരെ പേടിപ്പിച്ചു. അപ്പോൾ ഇവർ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാനിരുന്ന ഈ സ്ത്രീ പരപ്പന അഗ്രഹാര ജയിലിൽ പോയിട്ട് കീഴടങ്ങാൻ പറഞ്ഞു. അങ്ങനെ അവരവിടെ പോയി കീഴടങ്ങി. എന്നിട്ട് കീഴടങ്ങുന്നതിന് മുമ്പ് മഹാബലിപുരത്ത് വെച്ച് കൂടിയ ഒരു പ്രത്യേക യോഗത്തിൽ തൽക്കാലത്തേക്ക് മുഖ്യമന്ത്രിയായിട്ട് ഇയാളെ നോമിനേറ്റ് ചെയ്തു. എടപ്പാടി. അങ്ങനെയാണ് എടപ്പാടി പഴനിസ്വാമി മുഖ്യമന്ത്രിയായത്. അയാൾ മുഖ്യമന്ത്രിയായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ TTV ദിനകരന് ക്രിമിനൽ തുടങ്ങി, അയാൾക്ക് മുഖ്യമന്ത്രിയാവണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ശശികലയുടെ മരുമോനാണല്ലോ. അയാൾ മുഖ്യമന്ത്രിയാവാനായിട്ട് രണ്ടും കൽപ്പിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് ജയലളിത റെപ്രസെൻ്റ് ചെയ്തിരുന്ന മണ്ഡലം ഉണ്ട്, RK നഗർ കോൺസ്റ്റിറ്റ്യുവൻസി. അവിടുന്ന് ഇയാൾ നോമിനേഷൻ ഫയൽ ചെയ്തു. ആ തെരഞ്ഞെടുപ്പ് പലവട്ടം നീട്ടിവെച്ചു. അവസാനം അവിടുന്ന് അയാൾ ജയിച്ചു. TTV ദിനകരൻ ജയിച്ചു. അതോടുകൂടി ഇവർ തമ്മിലുള്ള അടി രൂക്ഷമായി. എടപ്പാടി പഴനിസ്വാമിയും TTV ദിനകരനുമായിട്ട്. അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അയാൾ പുതിയ പാർട്ടി രൂപീകരിച്ചു, അമ്മ മക്കൾ മുന്നേറ്റ ഘടകം എന്ന് പറഞ്ഞിട്ട്. ശശികലയാണെങ്കിൽ ജയിലിൽ. ദെൻ ഇയാൾ എങ്ങനെയൊക്കെ പിടിച്ചു നിന്ന് ഭരിച്ചു. പക്ഷെ 18-19 MLA ഇയാളുടെ അടുത്ത് നിന്ന് രാജിവെച്ചു. അവർ ഇയാളുടെ കൂടെ കൂടി, ദിനകരൻ്റെ കൂടെ കൂടി. അപ്പോൾ എന്ത് പറ്റി, അവരെ ഡിസ്ക്വാളിഫൈ ചെയ്തു. കാരണം ആ 1/3 മറ്റേ മാൻഡേറ്ററി റിക്വയർമെന്റ് ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് കൂറുമാറ്റം നിരോധന നിയമപ്രകാരം സ്പീക്കർ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്തു. പിന്നെ അവർ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ ഇവരെ ആ വിധി സ്പ്ലിറ്റ് വെർഡിക്റ്റ് ആയിട്ടാണ് വന്നത്. ഒരു ജഡ്ജ് അനുകൂലമായിട്ടും മറ്റേ ജഡ്ജ് പ്രതികൂലമായിട്ടും ബാധിച്ചു. മൂന്നാമതൊരു ജഡ്ജിന് ഇതിൽ കൊടുത്തു. അയാൾ പറഞ്ഞു മറ്റേ ഇവരെ എന്താണ് അയോഗ്യത കൽപ്പിച്ചത് ശരിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരും അയോഗ്യരായി, MLA എന്നാലും ഇയാൾക്ക് ഭരണം നിലനിർത്താൻ പറ്റി. പക്ഷേ ഈ എടപ്പാടി പഴനിസ്വാമി വളരെ ഒരു നിരാശാജനകമായ പെർഫോമൻസ് ആയിരുന്നു AIADMKക്ക് വേണ്ടിയിട്ട് കാഴ്ചവെച്ചത്.
ഒരു ഡൈനമിക് നേതാവൊന്നും ആയിരുന്നില്ല. അതുകൊണ്ടാണ് അവർ 2021 തെരഞ്ഞെടുപ്പിൽ ADMK തോറ്റുപോയത്. മീഡിയയും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ADMKനെ തോൽപ്പിക്കാനായിട്ട്. പിന്നെ DMK നാച്ചുറലി ക്രിസ്ത്യൻസ് മുഴുവൻ DMKനെ സപ്പോർട്ട് ചെയ്തു. ഞാൻ ക്രിസ്ത്യാനികളെ കുറ്റം പറയണതല്ല. അവർക്ക് DMKക്ക് സ്വന്തമായിട്ട് ബിഷപ്പുണ്ട്. സദ്ഗുണം എന്ന് പറഞ്ഞ ഒരാൾ, സദ്ഗുണം എന്ന് പറഞ്ഞ ഒരു ബിഷപ്പുണ്ട്. സദ്ഗുണം, സ്ലിപ്പ് ഓഫ് ദ ടൈം, കുഴപ്പമില്ല, മനസ്സിലായി. അപ്പോൾ അവരെല്ലാവരും വോട്ട് ചെയ്ത ആളെ ഇവരെ ജയിപ്പിച്ചു, അലയൻസിൽ നിന്ന് പുറത്തേക്ക് ജയിപ്പിച്ചു. കാരണം 5 വർഷം എന്താ പറയുക ഇവർ ഭരിച്ചു. ഇപ്പോൾ ഈ AIADMK ഇത്തവണ ADMKക്ക് ജയിക്കാൻ പറ്റിയില്ല. അപ്പോൾ ADMK കളറിനും ADMKയിലെ മറ്റ് MLA-മാർക്കും മറ്റ് ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്നവർക്ക് ഒരു കാര്യം വ്യക്തമായി. അതായത് ഈ എടപ്പാടി പഴനിസ്വാമി ഇൻഇഫക്റ്റീവാണ്. അയാളെ കൊണ്ട് ADMKനെ നയിക്കാൻ കഴിവില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അവർ ഒരു നേതൃത്വ മാറ്റം ആവശ്യപ്പെട്ടു. അത് മാത്രമല്ല, CV ഷൺമുഖം മുൻ മന്ത്രിയാണ്, 1 ഇയർ സമുദായത്തിൽപ്പെട്ടാണ്. 1 ഇയറിൻ്റെ ഇടയിലേക്ക് ഭയങ്കര സ്ട്രോങ്. ആ ഷൺമുഖമാണ് ഇപ്പോഴത്തെ പ്രശ്നക്കാരൻ. അതെ, അയാൾ 36 MLA-മാരുണ്ട് അയാളുടെ കൂടെ. അപ്പോൾ അവർ വിജയിനെ സപ്പോർട്ട് ചെയ്യാമെന്നാണ് പറയണം. അതിൽ വേറൊരു കാര്യമുണ്ട്. വേറൊരു ഗൗണ്ടർ ഉണ്ടായിരുന്നു ADMKയിലും, ജയലളിതയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടിരുന്ന ആൾ, ചെങ്കോട്ടയ്യൻ. ചെങ്കോട്ടയ്യൻ ഇസ് എ പേഴ്സൺ. അയാൾ നേരെ വിജയുടെ പാർട്ടിയിലില്ലേ? അയാളിപ്പോൾ വിജയ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അയാൾക്ക് നല്ല കോണ്ടാക്ട്സ് ഉണ്ടാവില്ലേ? അയാൾ ADMKയിലെ MLA-മാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുകയെ നേരത്തെ തന്നെ. അപ്പോൾ അങ്ങനെ 36 പേരുണ്ട്. അപ്പോൾ ഈ വിജയ് ഒരു മണ്ടത്തരം കാണിച്ചു. വിജയ് ഈ ആദവ് അർജുൻ്റെയൊക്കെ വാക്ക് കേട്ടിട്ട് പോയി കോൺഗ്രസിനോട് പോയി സഖ്യം പ്രഖ്യാപിച്ചു. കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അവർ വിചാരിച്ചു ഇവരുടെ കൂടെ നിൽക്കും, കാരണം ക്രിസ്ത്യാനികളാണല്ലോ രണ്ടുപേരും. അപ്പോൾ അങ്ങനെ ഒരു കോൺഗ്രസ് ഇവരെ 5 പേരെ കിട്ടി. മറ്റുള്ളവർ കടലാസ് കൊടുക്കാൻ താമസിച്ചു, സപ്പോർട്ട്. അതെ. അപ്പോൾ ഇപ്പോൾ ADMK അവർക്ക് മനസ്സിലായി, ഈ CV ഷൺമുഖത്തിനൊക്കെ മനസ്സിലായി ഇയാളുടെ കൂടെ നിന്നുകൊണ്ട് യാതൊരു കാര്യമില്ലാന്ന്. ഇയാളെ എന്തായാലും വലിച്ചു പറിച്ച് കുഴിച്ചിടാനേ കൊള്ളുള്ളൂ ഈ എടപ്പാടി പഴനിസ്വാമീനെ. അയാൾ ഹി ബിക്കേം ദി ചീഫ് മിനിസ്റ്റർ ബൈ ഡിഫോൾട്ട്. അയാൾ മറ്റേ അന്ന് തൽക്കാലം ശശികലയ്ക്ക് ജയിലിൽ പോകേണ്ടി വന്നപ്പോൾ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെ. അപ്പോൾ അയാൾ ഒഴിഞ്ഞു മാറില്ല. അവസാനം പാരസൈറ്റ് പോലെ. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞ പോലെ കോൺഗ്രസ് ഒരു പാരസൈറ്റ് ആണല്ലോ. നമ്മുടെയൊക്കെ ചോര കുടിച്ചിട്ടാണ് ജീവിക്കുന്നത് കോൺഗ്രസ്. ഇത്രയും നാൾ 47 തൊട്ട് ഇപ്പോഴും ചോര കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ ഇവരും നാട്ടുകാരുടെ ചോര കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് എന്നാൽ നമുക്കൊരു പുതിയ കാര്യം ചെയ്യാം. ഈ വിജയന് ക്രിസ്ത്യാനി ആണെങ്കിലും വേണ്ടില്ല, എന്ത് ഭണ്ഡാരാണെങ്കിലും വേണ്ടില്ല, ഇയാളെ ഒന്ന് മാറ്റി കിട്ടണം, ഒരു പുതിയ ഇത് ചെയ്യാം. അത് മാത്രമല്ല, ചിലപ്പോൾ ഭരണം കിട്ടും, മന്ത്രിമാരാക്കുകയും ഇത്രയും 43-30 MLA-മാർ ചെല്ലുമ്പോൾ അയാളുടെ പ്രശ്നങ്ങളൊക്കെ തീരില്ലേ? വിജയുടെ പ്രശ്നം. ഈ വിജയ് എന്തിനായിരിക്കും പറഞ്ഞത്? വിജയുടെ പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞത്രേ നിങ്ങൾ രാജിവെച്ച് മത്സരിച്ച് വരാൻ പറഞ്ഞു. അത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ്. ഞാനിപ്പോ സുനിൽ പറഞ്ഞപ്പോഴാണ് ഇന്ത്യ ടുഡേ കണ്ടത്. അത് സുനിൽ പറഞ്ഞിട്ടാണ് ഞാൻ അറിയണം. ഇന്ത്യ ടുഡേ അത് സാധാരണ ഇപ്പോ 1/3 അംഗങ്ങൾ ഉണ്ട്. അതിൽ 1/3 അതിൽ കൂടുതൽ അംഗങ്ങളോ ഒരു പാർട്ടിയിൽ നിന്ന് കൂറുമാറുകയാണെങ്കിൽ അത് സ്പ്ലിറ്റ് ആണ്. അതെ, അതിന്റെ ആവശ്യമില്ല. വീണ്ടും രാഷ്ട്രീയം അറിയാത്തതിന്റെ പ്രശ്നമാണ് വിജയുടെ പാർട്ടിക്ക്. അതാ, ഏത് ജനറൽ സെക്രട്ടറി ആണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ചെങ്കോട്ടയ്യൻ ഏതായാലും പറയില്ല. ആനന്ദ് അയാള് മറ്റേ ഐപാക്കിന്റെ ആളെന്താണ്ട് അയാൾക്ക് വലിയ വിവരമൊന്നുമില്ല. അയാൾ ഐപാക്കിന്റെ ആളാണ്. ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ പ്രശാന്ത് കിഷോറിനെ പോലെ ഉള്ള ആളാണ്. അയാളുകൊണ്ട് ഒരു പെണ്ണുണ്ട് ആ കൂട്ടത്തിന്. അത് കീർത്തന എന്ന് പറഞ്ഞു. പെണ്ണല്ല, സോറി, ഒരു യുവതി. പെണ്ണെന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രേക്ഷകർക്ക് ഭയങ്കര ദേഷ്യം വരും. അങ്ങനെയൊക്കെ പറയാൻ പാടില്ല. വനിത എന്ന് പറയണം, അല്ലെങ്കിൽ യുവതി എന്ന് പറയണം. അപ്പം അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ലായിരിക്കും, അതുകൊണ്ട് പറഞ്ഞതായിരിക്കും. ഇത് സ്പ്ലിറ്റ് വരും എന്നുള്ളത് കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിന് വേറെ എങ്ങും പോകാനില്ല, തിരിച്ച് DMK ക്യാമ്പിലേക്ക് പോകേണ്ടി വരും. അവരെടുക്കൂല. കാരണം ഇന്നലെ മുരശൊലിയിലെ എഡിറ്റോറിൽ എഴുതിയിരിക്കുന്നു, സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദി കെട്ട വർഗ്ഗങ്ങൾ. കാരണം 2014 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് DMKനെ ഒരു പാഠം പഠിപ്പിക്കാൻ പോയതാ. കോൺഗ്രസ് സ്വയം പാഠം പഠിച്ചു. എന്താണെന്ന് അറിയാമോ? തമിഴ്നാട്ടിൽ തങ്ങൾ ഒന്നുമില്ലാന്ന്. 4% വോട്ട് മത്സരിച്ചവനൊക്കെ കെട്ടിവെച്ച കാശ് പോയി. മണിശങ്കർ അയ്യർക്ക് വരെ കെട്ടിവെച്ച കാശ് പോയി. ആ മണിശങ്കർ അയ്യർ വരെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ചെയ്തത് ചെറ്റത്തരാണെന്ന്. അവരൊരിക്കലും. അതേസമയം രാഹുൽ ഗാന്ധി പിന്നെന്താ ചെയ്യുക? ഇപ്പൊ 100 കൂട്ടം പ്രശ്നങ്ങളില്ല. അതിനിടയ്ക്ക് ഇത്
എന്താ പറയുന്ന ഓടിപ്പാഞ്ഞ് അല്ല, അപ്പോൾ ADMKയുടെ കഥ കഴിഞ്ഞു. കഥ കഴിഞ്ഞു എന്ന് ഞാൻ പറയില്ല. കാരണം നല്ലൊരു നേതാവിനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ADMK പ്രൊഫഷണലായിട്ട് നല്ല കേപ്പബിലിറ്റി ഉള്ള നേതാവ് വന്ന ADMK റിവൈവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് വരുമോ, അതിനുള്ള സാഹചര്യം കൊടുക്കുമോ? ഇപ്പോൾ ഒരു ഫാക്ഷൻ കംപ്ലീറ്റ് ശശികലയുടെ കൺട്രോളിലാണ്. ADMK ലോഞ്ച് ചെയ്ത ജയ TV ഭരിക്കുന്ന ADMK ആണ്, ശശികലയാണ്. അവരുടെ ഈ ദിനകരനെയൊക്കെ എങ്ങനെയാണ് ദിനകരൻ തിരിച്ച് പോയസ് ഗാർഡനിലെ വേദനിലയത്തിലേക്ക് നുഴഞ്ഞു കയറി ജയലളിത മരിച്ചു കഴിഞ്ഞ പിന്നെ? ദിനകരൻ്റെ ഒക്കെ അത്യാവശ്യം സ്വാധീനം ഇപ്പോഴും ഉണ്ടല്ലേ അവിടെ ഇവിടെയൊക്കെ പോലീസ് ബ്യൂറോക്രസിയിൽ. കാരണം അവർ അപ്പോയിന്റ് ചെയ്ത കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ വേറൊരു കാര്യമുണ്ട്. ഈ ശശികലയുടെ ഭർത്താവ് ഉണ്ടായിരുന്നില്ലേ, നടരാജൻ, അയാൾ DMK കാരനായിരുന്നു. അയാൾ കരുണാനിധിയുടെ ഗവൺമെന്റിലെ പബ്ലിക് റിലേഷൻ ഓഫീസർ ആയിരുന്നു. അപ്പോൾ ഇത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും. അത് മാത്രമല്ല, ഈ നമ്മുടെ മദ്യവ്യാപാരം അവിടെ ദേശസാൽക്കരിച്ചു. ഇവിടുത്തെ പോലെ ഇവിടെ ബിവറേജസ് കോർപ്പറേഷൻ ഉള്ളതുപോലെ അവിടെ ഉള്ളത് ടാസ്മാക് എന്നാണ്, തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റ്. വലിയ അഴിമതിയായിരുന്നു. അതെ, അത് രണ്ടു കൂട്ടരും ഒരുമിച്ച് അഴിമതി നടത്തിക്കൊണ്ടിരുന്നത്. കരുണാനിധിയും പിന്നെ ജയലളിതയുടെ ഫാക്ഷനും ഒരുമിച്ചാണ് അഴിമതി നടത്തിക്കൊണ്ടിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ദേശസാൽക്കരിച്ചത്. സ്വകാര്യവൽക്കരണത്തിൽ ഇതൊന്നും നടക്കില്ലല്ലോ, പ്രൈവറ്റ് കടകൾക്ക് അവിടെ വിൽക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചില ഫേവററ്റ് ബ്രാൻഡ് വിസ്കിയോ റമ്മോ ബ്രാൻഡോ ഒന്നും നമുക്ക് കിട്ടൂല. തമിഴ്നാട് ഗവൺമെന്റ് തീരുമാനിക്കുന്ന ആ ബ്രാൻഡേ കിട്ടുള്ളൂ. അത് ആരാണ് കൂടുതൽ കാശ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ബ്രാൻഡ് മാത്രം ടാസ്മാക്ക് മേടിക്കുള്ളൂ. കേരളത്തിൽ അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ADMKയുടെ പിന്നെ ഒരു കാര്യമുണ്ട്, ADMKയുടെ യൂട്ടിലിറ്റി, അതായത് പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണം പറയാനായിട്ട്. ADMK ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അറിയാമല്ലോ. അണ്ണാമലയെ മാറ്റണമെന്ന് പറഞ്ഞു, അണ്ണാമലയ്ക്ക് സീറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞു. ADMK അല്ല, പളനിസ്വാമി. അതെ അതെ അതെ, അത് അണ്ണാമല ഉള്ള സത്യം തുറന്നു പറഞ്ഞു. കാരണം രണ്ടു കൂട്ടരും അഴിമതിക്കാരാന്ന് പറഞ്ഞു. ADMKയും DMK അഴിമതിക്കാരാന്ന് പറഞ്ഞു. നമുക്ക് വേണ്ട ഇവരുമായിട്ടുള്ള ബന്ധമല്ല, നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് സ്വയം ശക്തി ആർജിച്ച് നമ്മുടെ പാർട്ടി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഭരണം പിടിക്കണം. അപ്പോഴാണ് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് അയാൾക്ക് പിടിച്ചില്ല, എടപ്പാടി പഴനിസ്വാമിക്ക് പിടിച്ചില്ല. അങ്ങനെയാണ് ഈ അണ്ണാമലയെ BJPയുടെ നേതൃത്വത്തിൽ നിന്ന് വീട്ടിലിരുന്ന് കപ്പലണ്ടി കുറിക്കാം. അതിന് പക്ഷെ വേറെ കാര്യമുണ്ട്. ഈ BJP എന്ത് ചെയ്യുന്ന അറിയാൻ പാടില്ലല്ലോ. ഇപ്പൊ കുറച്ച് MLA കാലുമാറി അയാളുടെ കൂടെ ചേർന്നു എന്ന് വെച്ചോളൂ. അയാള് ഡയറക്ടറേറ്റ് ഓഫ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഉണ്ട്, DVSC. അവർ കരുണാനിധിക്കെതിരെ കുറെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കരുണാനിധി അല്ല, എടപ്പാടി പളനിസ്വാമിക്കെതിരെ, സ്റ്റാലിനെതിരെയും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസുകളൊക്കെ അതിന്റെ ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് പോയാൽ ഒരുപക്ഷെ രണ്ടു കൂട്ടർക്കും, അതായത് സ്റ്റാലിനും എടപ്പാടിക്കും ഒക്കെ ജയിലിൽ പോയി ഇരിക്കുന്ന അഴിയെണ്ണ. ഏതായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമ പോലെയുള്ള സംഭവങ്ങൾ ഇനി വരും. അതെ അതെ അതെ, വിജയ് ഉണ്ടല്ലോ, തുപ്പാക്കി എന്നുള്ള പേരിൽ വിജയ്, തുപ്പാക്കി പുലി, ജോസഫ് വിജയ്. ഏതായാലും ഇന്നലെ വിജയുടെ കാമുകി തൃഷ ഉടുത്തിരുന്ന കാഞ്ചീപുരം സാരി നല്ല രസമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പത്രക്കാർ പ്രത്യേകം എഴുതിയിട്ടുണ്ടെന്ന് തോന്നിയില്ലേ? പണ്ട് ഇന്ദിരാഗാന്ധി കേരളത്തിൽ വരുമ്പോൾ പറയായിരുന്നു, പത്രക്കാർ എഴുതും, പച്ച സാരിയും വെള്ള ബ്ലൗസും നീല പാവാടയും എടുത്തിട്ടാണ് ഇന്ദിരാഗാന്ധി വന്നത്. പാവാടയൊക്കെ എങ്ങനെ കണ്ടിട്ടുണ്ടാവും എന്തായാലും. ഞാൻ ഇത് വായിച്ച് ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മീഡിയ. അതെ അതെ. ഏതായാലും തമിഴ്നാട്ടിലെ കാര്യങ്ങൾ നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. കുമാർ ചെല്ലപ്പൻ സാറ് തമിഴ്നാട്ടിലെ എക്സ്പേർട്ടാണ്. മാത്രമല്ല നമ്മുടെ ജയലളിതയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ മാധ്യമ പ്രവർത്തകനായിരുന്നു. മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതേക്കുറിച്ച്.